അജീഷ് ജയകുമാറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അജീഷ് ജയകുമാർ ശക്തികുളങ്ങരയിലാണ് ഉള്ളത്. അജീഷ്, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം? കണ്ടെയ്നറുകൾ എത്തുന്നുണ്ട്, ഇനിയും എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരത്തുള്ള ജാഗ്രത എങ്ങനെ? ഇതുവരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലൊന്നും ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നില്ല. പുതിയ വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? രജിത്ത്, ഇപ്പോൾ ഇവിടെ NDRF സംഘം പരിശോധന നടത്താൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കും. എന്താണ് ഇവിടെ നിന്ന് നടത്താൻ പോകുന്ന നീക്കം, അതിനെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. हमारा NDRF का एक टीम रीजनल रिस्पांस सेंटर तिरुनेलवेली से अभी पहुंची है और असेसमेंट कर रहे हैं समुद्र के किनारे में कंटेनरों का। मैं इंस्पेक्टर M. कलयरसन 4 बटालियन NDRF, हमारा 4 बटालियन NDRF की कमांडेंट साहब श्री अखिलेश कुमार कमांडेंट के आदेश पर एक टीम अभी रीजनल रिस्पांस सेंटर तिरुनेलवेली से हम पहुंची है और दूसरा टीम अरकोणम से मार्च हुआ, वो पहुंच जाएगा। दूर ज़्यादा होने के कारण थोड़ा देरी में पहुंचेगा और हजमत व्हीकल भी आ रहा। बस यही है, धन्यवाद। NDRF സംഘം ശക്തികുളങ്ങരയിൽ എത്തിയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയഴീക്കലിലേക്ക് വിവരങ്ങൾക്കായി പോകാം. മനീഷ് മഹിപാൽ അവിടെ തയ്യാറാണ്. മനീഷ്, രാവിലെ മുതൽ അവിടെ കണ്ടെയ്നറുകൾ എത്തുന്നുണ്ട്. ഇതുവരെ അങ്ങനെ അപകട സാധ്യതയുള്ളതൊന്നും ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നില്ല. ഇനിയും കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തീരത്ത് ജാഗ്രതയുണ്ട്, നിരീക്ഷണമുണ്ട്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ മനീഷ് മഹിപാൽ? റിജിത്ത്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിലവിൽ വലിയഴീക്കൽ ഈ കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്തെത്തി പരിശോധന നടത്തിയത് പൂർണ്ണമായും രാസവസ്തുക്കളല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പഞ്ഞിയാണ്, അതായത് ടെക്സ്റ്റൈൽസിന്റെ ആയി ബന്ധപ്പെട്ട തുണിത്തരങ്ങളും പഞ്ഞിയുമാണ് എന്നുള്ള കാര്യം 100% അത്തരത്തിലുള്ള വസ്തുക്കളാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് വന്ന് അത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂറിൽ തന്നെ അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അത് അവിടെ നിന്ന് നീക്കം ചെയ്ത് കണ്ടെയ്നറും കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്ന ഓറഞ്ച് നിറത്തിലുള്ള ബോക്സും ഈ ഉദ്യോഗസ്ഥർ തന്നെ നീക്കം ചെയ്യും. അത് മണിക്കൂറുകൾക്ക് തന്നെ ഇന്ന് തന്നെ നീക്കം ചെയ്യുമെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി P. പ്രസാദാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അദ്ദേഹം ഈ വിവരങ്ങൾ പുറത്ത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളാണത്. മറ്റ് സ്ഥലങ്ങളിലെ ആശങ്കകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആലപ്പുഴ വലിയഴീക്കലിൽ കണ്ടെയ്നർ അടിഞ്ഞതിനകത്ത് മറ്റ് ആശങ്കകൾ വേണ്ട, രാസവസ്തുക്കളല്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പക്ഷേ ഈ കടലിൽ മറ്റ് മാലിന്യ വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ, രാസവസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. തോട്ടപ്പള്ളിയിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും പുറക്കാട് നിന്നും നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അവിടെ നിന്നും ഈ കടൽ ജലം അവിടെ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. അത്തരത്തിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ഇത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഈ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളിയിൽ പൊഴിമുറിക്കൽ പണികൾ നടന്നു വരികയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മുറിക്കേണ്ട, കാരണം ഈ കായലിലേക്കടക്കം കടൽ ജലം ഒഴുകിച്ചെല്ലാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ മുറിക്കേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ജില്ലയിൽ വലിയ രീതിയിൽ കടക്ഷോഭമുണ്ട്. അതായത് കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ അതേ സമയത്ത് തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്ന സ്ഥിതി കൂടി എത്തിയത്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. എന്താണെങ്കിലും ആലപ്പുഴയിൽ വലിയഴീക്കൽ അടിഞ്ഞ കണ്ടെയ്നറിൽ ആശങ്ക വേണ്ട, അതിൽ പഞ്ഞി പോലുള്ള തുണിത്തരങ്ങളാണെന്നുള്ള കാര്യത്തിൽ ശരി. വലിയ അഴീക്കലിലേക്ക് എത്തിയ കണ്ടെയ്നറുകളിലൊന്നും തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുമില്ല. രാസവസ്തുക്കളോ രാസമാലിന്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവിടെ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതിന്റെ ഭാഗമായുള്ള നിരീക്ഷണവും ജാഗ്രതയും ഒക്കെ തുടരുന്നുണ്ട്.